ദില്ലിയിൽ JNU വിദ്യാർത്ഥികൾ നടത്തിയ ചുംബന സമരത്തിന് നേരെ കയ്യേറ്റ ശ്രമം. യുവമോർച്ച പ്രവർത്തകരാണ് കയ്യേറ്റ ശ്രമം നടത്തിയത്. ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുന്നു. സന്തോഷ്, എന്താണ് സംഭവിച്ചത്? അരുൺ, കേരളത്തിൽ നടന്ന ചുംബന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ ദില്ലിയിൽ RSS കാര്യാലയത്തിന് മുമ്പിൽ ചുംബന സമരം നടത്തുമെന്ന് അറിയിച്ചിരുന്നു. 4 മണിയോടുകൂടി തന്നെ ഒരു 50ഓളം അടങ്ങിയ വിദ്യാർത്ഥികൾ ഇവിടെ എത്തുകയും ചുംബന സമരത്തിന് അനുകൂലിച്ചുള്ള മുദ്രാവാക്യങ്ങളോടുകൂടി അവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഏകദേശം 25ഓളം വരുന്ന യുവമോർച്ച പ്രവർത്തകർ, ഹിന്ദു മറ്റ് സംഘപരിവാർ സംഘടനകളടക്കമുള്ള നിരവധി പ്രവർത്തകർ ഇവിടെ എത്തി അതിനെതിരെ പ്രതിഷേധം മുഴക്കുകയും ചെയ്തു. ഇവർക്കെതിരെ, ഈ വിദ്യാർത്ഥികൾക്ക് നേരെ അവർ കയ്യേറ്റ ശ്രമവും നടത്തുകയുണ്ടായി. ദില്ലി പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു, സംയമനം പാലിക്കുകയും ഇരുവരെയും ശാന്തരാക്കാൻ ശ്രമിക്കുകയുമാണ്. പക്ഷെ ഇപ്പോഴും ഇവിടെ സംഘർഷാവസ്ഥ തുടരുന്നു. RSS കാര്യാലയത്തിന്, ഡൽഹിയിലെ കാര്യാലയത്തിന് മുമ്പിലുള്ള സ്റ്റേഷനിലാണ്, ജണ്ടേവാല മെട്രോ സ്റ്റേഷന് മുമ്പിലാണ് ഈ സമരം നടക്കുന്നത്. ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ഇവരെ കയ്യേറ്റ ശ്രമം നടത്തുന്നത് പലപ്പോഴും പോലീസ് എത്തി ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴും കിസ് ഓഫ് ലവിന്റെ പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് സംഘർഷാവസ്ഥ കൂട്ടുകയാണ്. പ്രശ്നങ്ങൾ ഇപ്പോഴും ഇരു വിഭാഗത്തു നിന്നുള്ള മുദ്രാവാക്യം വിളികൾ നടക്കുന്നു. കേരളത്തിലെ സമരത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ എത്തിയതാണ് JNUവിലെ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് RSS കാര്യാലയത്തിന് മുമ്പിൽ അവർ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. RSS കാര്യാലയത്തിന് മുമ്പിലാകട്ടെ കടുത്ത പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. അങ്ങോട്ട് ഇവരെ എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടയുന്നു. അതുകൊണ്ടാണ് അതിന് തൊട്ടപ്പുറത്ത് മാറി ഒരു 150 മീറ്റർ മാറി ജണ്ടേവാല മെട്രോ സ്റ്റേഷന് സമീപം ഇവർ ഇത്തരത്തിൽ ഒരുമിച്ച് ചേരുകയും കിസ് ഓഫ് ലവിന്റെ പ്രവർത്തകർ അവരുടെ പ്രതിഷേധ സമരം നടത്തുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതിനെതിരെ പോലും ഇപ്പോഴും യുവമോർച്ച അടക്കമുള്ള ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. അരുൺ. സന്തോഷ് സർലിംഗ്, ദില്ലിയിൽ നിന്ന്.